യുവിങ്ങിന്റെ കൂടെ ഇയാളെ കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഇയാൾ ഇവിടെ എന്തെടുക്കുകയാണെന്ന് ചോദിച്ചിട്ടാണ് കേസുപ്പ് അങ്ങോട്ടേക്ക് വരുന്നത്. ഞങ്ങൾ തമ്മിൽ ഫീലിങ്സ് ഉണ്ടെന്ന് അറിയാലോ, പിന്നെ ഇയാൾ എന്തിനാണ് ഇടയ്ക്ക് വരുന്നതെന്ന് അവൻ ചോദിക്കുമ്പോൾ എനിക്കും യു എങ്ങനെ ഇഷ്ടമാണെന്ന് ജീസു അവൻ്റെ അടുത്ത് പറയും. ഞാൻ പറഞ്ഞതിനെ പറ്റി ആലോചിക്കണമെന്ന് അവൻ യുവങ്ങിന്റെ അടുത്ത് പറയുമ്പോഴത്തേക്കും മറ്റേ സെക്യൂരിറ്റി അങ്ങോട്ടേക്ക് വരും. എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇവർ രണ്ടുപേരും ശല്യപ്പെടുത്തുവാണോ, പോലീസിനെ വിളിക്കണമെന്നൊക്കെ അയാൾ ചോദിക്കുമ്പോഴത്തേക്കും വേണ്ടാന്ന് അവൾ പറയും. ഹെസിറ്റേറ്റ് ചെയ്യാതെ എത്രയും പെട്ടെന്ന് ഡേറ്റ് ചെയ്യാമോ എന്ന് ഞാൻ യുവങ്ങിന്റെ അടുത്ത് ചോദിക്കണമായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നാണ് തിരിച്ച് വീട്ടിലെത്തി കഴിയുമ്പോൾ ടേസുപ്പ് വിചാരിക്കുന്നത്. കൊണ്ടുപോയ സാധനങ്ങളൊന്നും അവൻ കൊടുത്തിട്ടില്ലായിരുന്നു. ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്കൊരു ചാൻസ് കിട്ടുമായിരിക്കുമെന്ന് ജീസുവും വിചാരിക്കും. രണ്ടുപേരുടെയും ഇടയിൽ പെട്ടുപോകുന്നത് യുവങ്ങാണ്. പിറ്റേ ദിവസം കോഫി വാങ്ങാനായിട്ട് ജീസുവിനെ ഫേസ് ചെയ്യാൻ വയ്യാത്തത് കൊണ്ട് അവള് എങ്ങനെയാണ് പറഞ്ഞു വിടുന്നത്. ആ സമയത്ത് ടേസുപ്പ് ഓർഡർ ചെയ്തതാണെന്നും പറഞ്ഞിട്ട് അവൾക്ക് കോഫി വരും. തിരിച്ച് യങ്മിൻ വരുന്നത് എല്ലാവർക്കും വേണ്ടിയിട്ട് ജീസു കൊടുത്തയച്ച കോഫിയും കേക്കും ഒക്കെ ആയിട്ടാണ്. ആ കോഫി ഇൻസിഡന്റ് ഒരു തുടക്കം മാത്രമായിരുന്നു രണ്ടുപേരും തമ്മിലുള്ള മത്സരത്തിന്റെ എന്ന് പിന്നീടാണ് യുവങ് തിരിച്ചറിയുന്നത്. എങ്ങനെയെങ്കിലും അവളുടെ മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് ജീസു ശ്രമിക്കുമ്പോൾ മനസ്സ് മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ടേസുപ്പ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടുപേരും കൃത്യമായ ഇടവേളകളിൽ അവൾക്ക് മെസ്സേജസ് അയച്ചുകൊണ്ടേയിരിക്കും. ഒരു ദിവസം ഓഫീസിൽ നിന്ന് ഇറങ്ങുന്ന യുവൻ കാണുന്നത് അവളെ വെയിറ്റ് ചെയ്ത് ജീസുവും ടേസുപ്പും അവിടെ നിൽക്കുന്നതാണ്. അവൾ രണ്ടുപേരെ മൈൻഡ് ചെയ്യാതെ പോകും. കാര്യങ്ങൾ അറിഞ്ഞു കഴിയുമ്പോൾ സംജുവിന്റെ തമാശയാണ്, നിനക്ക് ഓപ്ഷൻസ് ഉണ്ടല്ലോ, ഒന്ന് നിന്റെ ഫേവറേറ്റ് റെസ്റ്റോറന്റിന്റെ ഓണറാണ്, മറ്റേത് നീ ഇഷ്ടപ്പെടുന്ന സെലിബ്രിറ്റി ആണ്. ആരെ മദറിലോ ആയിട്ട് വേണമെന്ന് നീ ചൂസ് ചെയ്താൽ മതി. ഇതിൽ എത്ര ചിന്തിക്കാൻ എന്താണ് ഇരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അങ്ങനെ ആരോടും പ്രത്യേക ഇഷ്ടമൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല, പിന്നെ എങ്ങനെയാണ് ചൂസ് ചെയ്യുക എന്ന് അവൾ ചോദിക്കും. അത് പെട്ടെന്ന് തന്നെ തീരുമാനിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ നീ രണ്ടുപേരെയും ഒരുപോലെ ലീഡ് ചെയ്യായിരിക്കും, അത് ശരിയല്ല എന്ന് അവൻ പറയും. ശരിയാണ്, ഒരേ സമയത്ത് പലരെ ഡേറ്റ് ചെയ്യുന്ന ആളുകൾ എങ്ങനെയാണോ എന്തോന്ന് അവള് പറയുമ്പോൾ അവനത് സമ്മതിക്കും. അപ്പൊ എന്ത് പ്രശ്നമുണ്ടോ നമുക്ക് മനസ്സിലാവും. എന്താണെന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും അവൻ പറയത്തില്ല. ടേസുപ്പിന്റെ അമ്മയാണ് ആ റെസ്റ്റോറന്റിന്റെ ഓണർ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവര് ഇപ്പൊ അങ്ങോട്ടേക്ക് പോകുന്നില്ല. യുവങ് ആണെങ്കിൽ അവിടുത്തെ ചിക്കൻ ഫീറ്റ് മിസ് ചെയ്യുന്നതുകൊണ്ട് ആ സമയത്ത് അവന് യങ്മിന്റെ മെസ്സേജ് വരും, പക്ഷെ അവൻ റിപ്ലൈ കൊടുക്കത്തില്ല. സെങ്ക്യൂണിനെ അന്വേഷിച്ച് യങ്മിൻ ജിമ്മിലേക്ക് വരും. വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ ഫോൺ നോക്കാറില്ല എന്ന് നമുക്കറിയാം, അതുകൊണ്ട് മെസ്സേജ് കണ്ടില്ല എന്നാണ് അവൾ വിചാരിക്കുന്നത്. ജിമ്മിലെ അസിസ്റ്റന്റിന്റെ അടുത്തൊക്കെ അവൾ നല്ല ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്ന കാണുന്നത് അവന് ഇഷ്ടപ്പെടുന്നില്ല. ഇവളെ ഡേറ്റിംഗ് ആപ്പിൽ പരിചയപ്പെട്ടു എന്ന് പറഞ്ഞ ആ ആളും അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവക്ക് വേറെ ടീഷർട്ടൊക്കെ കൊടുത്തിട്ട് ഒരു ബോർഡ് കൊണ്ടുവന്ന് മറച്ചും വെക്കും. കുറച്ചു നേരം കഴിഞ്ഞിട്ട് ആ പയ്യൻ പോകാനായിട്ട് തുടങ്ങുന്നുണ്ട്. ഇവൻ സമാധാനത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ അവളെ കാണാനില്ല. ഫോളോ ചെയ്ത് ചെല്ലുന്നുണ്ടേ അതേ പയ്യൻ്റെ അടുത്ത് അവൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവൾ സാധാരണ പോകുന്ന സ്ഥലത്തേക്ക് അല്ലാതെ തിരിഞ്ഞു പോകുന്ന കാണുമ്പോൾ ഇവൻ ഫോളോ ചെയ്യും. വേറൊരാളുടെ അടുത്ത് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. അവനാകെ തെറ്റിദ്ധരിക്കും. പക്ഷെ ആള് പോകാൻ നേരത്തേക്ക് സംജുവിനെ കാണും. അങ്ങനെ യങ്മിനും അവനെ കാണും. ഫോളോ ചെയ്താണെന്ന് മനസ്സിലാവും. ജിമ്മിൽ ഒരാള് ഡേറ്റിംഗ് ആപ്പ് വഴി നിന്നെ പരിചയമുണ്ടെന്ന് എന്നോട് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ഫോളോ ചെയ്തതെന്ന് അവൻ പറയും. ആളുടെ അടുത്ത് ജിമ്മിന്റെ ഫ്രണ്ടിൽ വെച്ച് സംസാരിക്കുന്നതും കണ്ടു എന്ന് പറയുമ്പോഴത്തേക്കും ഡേറ്റിംഗ് ആപ്പ് വഴിയല്ല, സെക്കൻഡ് ഹാൻഡ് സാധനങ്ങൾ വെക്കുന്ന സൈറ്റ് വഴിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവള് ഫോണിൽ കാണിച്ചു കൊടുക്കും. ഈ ആളെ മീറ്റ് ചെയ്തതും വേറൊരു ബുക്ക് വാങ്ങാൻ വേണ്ടിയിട്ടാണ്. ആ ബുക്ക് അവളുടെ കയ്യിലുണ്ട്. അത് കാണുമ്പോൾ അവന് സമാധാനമാവും. അയാൾ പറഞ്ഞത് ഞാൻ വിശ്വസിച്ചു പോയി, ഇയാള് അങ്ങനെ ഒരാളാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു എന്ന് അവൻ പറയും. അത് കേൾക്കുമ്പോൾ ഞാൻ ഡേറ്റിംഗ് ആപ്സ് യൂസ് ചെയ്തിട്ടുണ്ട്, ആളുകളെ മീറ്റും ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചിട്ട് ഇയാൾക്ക് എന്നെ കുറിച്ചുള്ള ഇംപ്രഷൻ മാറുമെന്ന് അവൾ അവനോട് ചോദിക്കും. അത് കേട്ട് വിഷമിച്ചാണ് സംജൂൺ തിരിച്ചു വരുന്നത്. സംജൂണിന്റെ കൂടെ പോയി സ്പൈസി ഫുഡ് കഴിച്ചത് കൊണ്ട് ഇങ്ങനെ സ്റ്റൊമക് പെയിൻ വരും. അവൾ വയ്യാതെ കിടക്കുന്നതുകൊണ്ടാണ് ടേസുപ്പിന്റെ മെസ്സേജ് വരുന്നത്. അവൾക്ക് വയ്യാന്നറിയുമ്പോൾ അവൻ മെഡിസിൻ കൊണ്ട് അവളെ കാണാനായിട്ട് വരും. 3 ഡേറ്റ്സ് കഴിയുമ്പോൾ തീരുമാനം പറയാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ ആങ്ഷ്യസ് ആയിരുന്നു, അതുകൊണ്ടാണ് ഇതുവരെ പറയാൻ പറ്റാതിരുന്നത്. എനിക്ക് ഇയാളെ ഇഷ്ടമാണ്. ഇയാൾക്ക് ഇപ്പോൾ ഇയാളുടെ ഫീലിങ്സിനെ പറ്റി ഉറപ്പില്ലാന്ന് എനിക്കറിയാം. ഞാൻ വെയിറ്റ് ചെയ്യാം. ഇയാള് തീരുമാനം എടുത്തു കഴിയുമ്പോൾ എൻ്റെ അടുത്തേക്ക് വരാനായിട്ട് മടിക്കരുതെന്ന് ടേസുപ്പ് യുവങ്ങിന്റെ അടുത്ത് പറയും. പിറ്റേ ദിവസം സേബോക്ക് കമ്പനിയിലേക്ക് വരുന്നതന്നെയാണ് അവളാണ് പുതിയതായിട്ട് വരുന്ന ഇന്റേണെന്ന് എല്ലാവർക്കും മനസ്സിലാകുന്നത്. ഓൾറെഡി എല്ലാവർക്കും അവളെ പരിചയമുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സന്തോഷവും. ഞങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാനുള്ള ദിവസവും അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുത്താൽ മതി, ബാക്കി ഹോട്ടലിന്റെ സൈഡിൽ നിന്ന് ഡെലിവറി ചെയ്യുമെന്ന് യുവങ് അവരോട് പറയും. ഞങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയുടെ സ്ക്രീൻ പ്ലേ അടുക്കി വെക്കുമ്പോഴത്തേക്കിനും അവള് അത് അഡ്മയർ ചെയ്യുന്ന കണ്ടിട്ട് അവർ വന്ന് അതിൽ ഓട്ടോഗ്രാഫ് എഴുതി അവൾക്ക് തന്നെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും. ഞങ്ങളുടെ കൂടെ ഫുഡ് കഴിക്കാനുമുള്ള ഓപ്പർച്യൂണിറ്റി യുവങ്ങിന് കിട്ടും. അപ്പോൾ അവൾക്ക് ജീസുവിന്റെ മെസ്സേജ് വരും, നമുക്ക് ഈ സാറ്റർഡേ മീറ്റ് ചെയ്താലോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഇവളാണെങ്കിൽ മെസ്സേജ് വായിക്കാതിരിക്കും. അവർ കൂടെ ഉള്ളത് കൊണ്ടാണെന്ന് ജംഗയ്ക്ക് മനസ്സിലാവും. ഇയാൾക്ക് ഫോൺ നോക്കാം, പ്രശ്നമൊന്നും ഇല്ലാന്ന് അവർ പറയും. ആരെങ്കിലും ഡേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലാന്ന് പറയും. എന്തിനാണ് വെറുതെ സമയം കളയുന്നത്, ഡേറ്റ് ചെയ്തുകൂടെ എന്നവർ ചോദിക്കുമ്പോൾ എനിക്ക് എൻ്റെ ഫീലിങ്സിനെ പറ്റി അത്ര ഉറപ്പില്ല, ഒരാളെ ഇഷ്ടമാണ്
എൻ്റെ ലൈഫ് സ്പെൻഡ് ചെയ്യാമെന്നൊന്നും ഉറപ്പിക്കാനായിട്ട് എനിക്ക് പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ കൂടുതൽ സമയം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാനായിട്ട് നോക്കണം. അതാകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും ഇയാളെ കൂടാതെ പറ്റത്തില്ല, അല്ലെങ്കിൽ ഇയാൾ എനിക്ക് പറ്റത്തില്ല എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റും. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ. ഒട്ടും വിഷമിക്കാതെ ഇയാൾക്ക് ഒരു തീരുമാനത്തിൽ എത്താൻ പറ്റുമെന്ന് ജംഗ അവളോട് പറയും. വീണ്ടും കാണാമെന്ന് പറഞ്ഞിട്ടാണ് അവർ പിരിയുന്നത്. ശരി, പറഞ്ഞുകൊണ്ട് നമുക്ക് സാറ്റർഡേ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് യുവങ് ജിസുവിന് മെസ്സേജ് അയക്കും. അവന് സന്തോഷം. യുവങ്ങിന്റെ ഹോട്ടലിലേക്ക് ഡെലിവറി ചെയ്യാനുള്ള ഫേർണിച്ചറൊക്കെ സേബോക്കിന്റെയും ബാക്കിയുള്ള ടീം മെമ്പേഴ്സിന്റെ അടുത്താണ് ടേസൂപ്പ് കൊടുത്തയക്കുന്നത്. അവൻ മനഃപൂർവ്വം ഒഴിഞ്ഞു മാറുകയാണെന്ന് ഇൻഹോയ്ക്ക് മനസ്സിലാവും. ഇത് മീറ്റ് ചെയ്യാനുള്ള ഒരു അവസരമില്ല, നീ എന്താ പോകാത്തേന്ന് ചോദിക്കുമ്പോൾ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞു എന്നാണ് അവൻ പറയുന്നത്. അങ്ങനെയല്ല, വീണ്ടും ട്രൈ ചെയ്യണമെന്ന് പറയുന്നുണ്ടെങ്കിലും അവൻ ചെല്ലുന്നില്ല. അങ്ങനെ ഇൻഹോ അവരുടെ കൂടെ പോകും. യുയങ് ടേസൂപ്പിനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു എന്ന് അറിയാവുന്നത് കൊണ്ട് യങ്മിൻ ഇൻഹോയുടെ അടുത്ത് ചോദിക്കും അവൻ എവിടെ പോയിന്ന്. ബിസി ആയി പോയി, അതിന് പകരം വേറൊരു സർപ്രൈസ് ഉണ്ടെന്ന് അവൻ പറയും. സേബോക്ക് അന്നേരം അങ്ങോട്ടേക്ക് വരും. അവളെ അവരുടെ കമ്പനിയിൽ റിക്രൂട്ട് ചെയ്ത കാര്യം ഇവർ അന്നേരമാണ് അറിയുന്നത്. ഫെയർവെൽ പാർട്ടിക്ക് പറയാമെന്ന് വിചാരിച്ച് വെച്ചേക്കുമായിരുന്നു, പക്ഷെ അത് പോസ്റ്റ്പോൺ ചെയ്തതുകൊണ്ടാണ് സേബോക്കിന് പറയാൻ പറ്റാഞ്ഞത്. ഫെയർവെൽ പാർട്ടി കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ വെൽക്കം പാർട്ടിയും ഫെയർവെൽ പാർട്ടിയും കൂടി ഒരു വലിയ പാർട്ടിയായിട്ട് നമുക്ക് നടത്തിയാലോ എന്ന് അവരെല്ലാം പോയി കഴിയുമ്പോൾ ഇൻഹോ സേബോക്കിന്റെ അടുത്ത് ചോദിക്കും. അവൾ സമ്മതിക്കും. സേബോക്കും ബാക്കി എല്ലാവരും സാറ്റർഡേ ഫ്രീ ആണ്, അന്ന് പാർട്ടി വെക്കാനായിട്ട് ആലോചിക്കുകയാണ്, അന്ന് തന്നെ ഫിക്സ് ചെയ്താലോ എന്ന് യുവങ്ങിന്റെ അടുത്ത് യങ്മിൻ ചോദിക്കും. അന്ന് എനിക്ക് വേറെ സ്ഥലത്ത് പോകാനുണ്ടായിരുന്നു എന്ന് അവൾ പറയുമ്പോഴത്തേക്കും അങ്ങനെയാണെങ്കിൽ മാറ്റി വെക്കാമെന്ന് പറയും. വേണ്ട, ഇത് നമ്മൾ പല പ്രാവശ്യം മാറ്റി വെച്ചതല്ലേ, എല്ലാവരും കൂടി ഒന്നിച്ച് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും, ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും എത്തിക്കോളാം, അന്ന് തന്നെ ഫിക്സ് ചെയ്തോളാൻ അവൾ പറയും. പാർട്ടിക്ക് ചെല്ലാനായിട്ട് ടേസൂപ്പിന് മടിയുണ്ട്. സേബോക്ക് തന്നെയാണ് സ്ഥലം ചൂസ് ചെയ്തത്. നമ്മൾ രണ്ടുപേരും ഓണേഴ്സ് ആയിട്ട് ചെല്ലാതിരുന്ന മോശമാണ്, ഞാൻ സുഖം കൂട്ടിയാണ് ചെല്ലുന്നത്, നീ എന്തായാലും വരണം, നന്നായിട്ട് ഡ്രസ്സ് ചെയ്ത് വരണം എന്ന് ഇൻഹോ അവനോട് പറയും. പ്രൊഡക്ഷൻ ഹൗസിൽ നിന്ന് ചില ആളുകൾ നേരിട്ട് ഇവന്റെ പെർഫോമൻസ് കാണാൻ വേണ്ടിയിട്ട് ചെന്നിട്ടുണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ടിട്ടാണ് അവര് വിസിറ്റിംഗ് കാർഡൊക്കെ കൊടുത്തിട്ട് വരുന്നത്. പക്ഷെ അവൻ ഒരിക്കലും അവരെ വിളിച്ചില്ല. അതെന്തുകൊണ്ടാണെന്ന് ഓഡീഷന് ചെല്ലുമ്പോൾ അവർ ചോദിക്കും. പേഴ്സണൽ റീസൺസ് കാരണം എനിക്ക് ട്രൂപ്പ് വിടേണ്ടി വന്നു, അതുകൊണ്ടാണ് വിളിക്കാൻ ചെന്ന് അവൻ പറയും. അകത്തെ ഓഡീഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും പുറത്തിരിക്കുന്ന ചിലര് ഇവനെ തിരിച്ചറിയുന്നുണ്ട്. ജീസു ഒരു സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങും. അതുമായിട്ടാണ് ഡേറ്റിന് പോകാൻ വേണ്ടിയിട്ട് യുവങ്ങിനെ വിളിച്ചോണ്ട് പോകാനായിട്ട് ചെല്ലുന്നത്. അവിടെ അവർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പുറത്തെ ടേബിളിൽ ഇരുന്ന് ഈ ടേബിളിന് ചെറിയ പ്രശ്നം ഉണ്ടെന്ന് ഒരു കപ്പിൾ പറയുന്ന അവൾ ശ്രദ്ധിക്കും. ഓണർ അവരെ മാറ്റിയിരുത്തും. ടേസൂപ്പിന്റെ കൂടെ പോയപ്പോൾ അവൻ അവിടുത്തെ ടേബിൾ ശരിയാക്കി കൊടുത്തു. അന്നേരം അവൾ ഓർക്കും. സേബോക്ക് ചൂസ് ചെയ്യുന്നത് ടേസൂപ്പിന്റെ അമ്മയുടെ റെസ്റ്റോറൻ്റ് ആണ്. ഹോട്ടലിലെ എൻ്റെ സീനിയേഴ്സിന് ഇവിടെ വലിയ ഇഷ്ടമാണെന്ന് അവൾ ഇൻഫോയുടെ അടുത്തും ടേസൂപ്പിന്റെ അടുത്തും പറയും. അവളുടെ വെൽക്കം പാർട്ടിയും ഫെയർവെൽ പാർട്ടിയും കൂടെ ഒന്നിച്ച് അവിടെ നടത്താനായിട്ട് പോവുകയാണ്. അവരെല്ലാം എത്തുമെന്ന് അന്നേരമാണ് ടേസു പറയുന്നത്. യുവൻ കുറച്ച് ബിസിയാണ്, പക്ഷെ ലേറ്റ് ആയിട്ടായാലും എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് സേബോക്ക് അന്നേരം പറയും. ഹോട്ടലിൽ നിന്ന് ഹോട്ടൽ മാനേജരും യങ്മിനും ഷെഫുമാണ് വന്നേക്കുന്നത്. ലേറ്റ് ആയിട്ടാണെങ്കിലും യുവങ്ങും വരുമെന്ന് കേൾക്കുമ്പോൾ ടേസൂപ്പിന്റെ അമ്മ എക്സൈറ്റഡ് ആവും. ജിസുവും യുവങ്ങും അവരുടെ ഡേറ്റ് കണ്ടിന്യൂ ചെയ്യും. പക്ഷെ പല സമയത്തും അവളുടെ ശ്രദ്ധ മാറിപ്പോവുകയും അവൾ ടേസൂപ്പിനെ ഓർക്കുകയും ചെയ്യുന്നുണ്ട്. അന്ന് വൈകിട്ടാവുമ്പോൾ ഇന്നത്തെ ദിവസം എൻജോയ് ചെയ്തോ എന്ന് ജിസു അവളുടെ അടുത്ത് ചോദിക്കും. എനിക്ക് ഇതിനൊരു റിവാർഡ് വേണമെന്ന് പറഞ്ഞിട്ട് അവളെ കിസ് ചെയ്യാനായിട്ട് പോകുമ്പോൾ അവൾ സമ്മതിക്കത്തില്ല. എനിക്ക് ടേസൂപ്പിനെ ഇഷ്ടമാണ്, ഇനി ഇതിൽ കൂടുതൽ വെയിറ്റ് ചെയ്യിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അവൾ ജിസുവിൻ്റെ അടുത്ത് പറയും. അവിടുന്ന് ടാക്സി വിളിച്ചിട്ടാണ് യുവൻ സേബോക്കിന്റെ പാർട്ടിക്ക് പോകുന്നത്. ജിസു അവിടെ ഒറ്റയ്ക്ക്. കുറെ നേരം കഴിഞ്ഞു കഴിയുന്നതന്നെയാണ് ടേസൂപ്പ് അവിടെ ഒന്നും ഇല്ലാന്ന് ഇൻഹോ ശ്രദ്ധിക്കുന്നത്. അവൻ താഴേക്ക് ചെല്ലുമ്പോൾ എന്തുകൊണ്ടാണ് യുവൻ വരാത്തതെന്ന് അമ്മയും ചോദിക്കും. സുവ ഉറങ്ങി, സുവയും കൂട്ടി വീട്ടിലേക്ക് പൊക്കോളൂ എന്ന് പറയും. ടേസൂപ്പിനെ അവിടെ ഒന്നും കാണാത്തപ്പോൾ അവൻ വീട്ടിലേക്ക് തന്നെ ആയിരിക്കത്തില്ലേ പോയേക്കുന്നതെന്ന് ഇൻഹോ ചോദിക്കും. ഒരു ഐഡിയ ഇല്ല എന്നാണ് അമ്മ അവനോട് പറയുന്നത്. വരുന്ന വഴിയെല്ലാം യുവൻ ടേസൂപ്പിനെ വിളിച്ചു നോക്കുന്നുണ്ട്, പക്ഷെ കിട്ടുന്നില്ല. എല്ലാവരും പോകാനായിട്ട് ഇറങ്ങുന്നതന്നെയാണ് അവള് റെസ്റ്റോറൻറ്റിലേക്ക് എത്തുന്നത്. ഞങ്ങൾ സെക്കൻഡ് റൗണ്ടിന് പോവുകയാണ്, വരുന്നുണ്ടോ എന്ന് അവരെല്ലാം ചോദിക്കും. ടേസൂപ്പ് എവിടെയെന്ന് അവൾ അന്വേഷിക്കും. ഓഫീസിലേക്കായിരിക്കും പോയേക്കുക എന്ന് ഒരാൾ പറയുന്നുണ്ട്, അല്ല വീട്ടിലേക്ക് തന്നെയാണ് പോയതെന്ന് ബാക്കിയുള്ളവർ പറയും. അങ്ങനെ അവള് അവൻ്റെ വീട്ടിലേക്ക് ചെല്ലും. വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെയും ടേസൂപ്പ് ഇല്ല. അവൾ കുറെ നേരം അവിടെ വെയിറ്റ് ചെയ്യും, ഫോൺ ചെയ്തിട്ട് അവൻ എടുക്കുന്നില്ല. അന്നേരമാണ് ഞാൻ ഇയാൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം, ഇയാള് തീരുമാനിച്ചു കഴിയുമ്പോൾ എൻ്റെ അടുത്തേക്ക് തന്നെ വരണമെന്നേ ഉള്ളൂ എന്ന് അവൻ പറഞ്ഞത് അവൾ ഓർക്കുന്നത്. അവൾ റെസ്റ്റോറൻറ്റിലേക്ക് തിരിച്ചു ചെന്ന് നോക്കും. ചെല്ലുന്നുടനെ അവൻ അവിടെ ഇരുന്ന് ഉറങ്ങുകയാണ്. ഞാൻ കാറിൽ ഇരുന്ന് ഉറങ്ങുമായിരുന്നു, തിരിച്ചു വന്നപ്പോഴത്തേക്കിനും എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു, ഇയാൾ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇയാൾ വരുമ്പോൾ എല്ലാവരും പോയി എന്ന് വിചാരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യായിരുന്നു എന്ന് അവൻ പറയും. ഒരാൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എത്രയ്ക്കും ഭാരമുള്ള ഒരു പ്രോമിസ് ആണെന്ന് തിരിച്ചറിയുന്നുണ്ടോ എന്ന് അവൾ ടേസൂപ്പിൻ്റെ അടുത്ത് ചോദിക്കും. ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ടേ ഇയാൾ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്ന് അവൻ മറുപടി പറയും. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം മറക്കാനായിട്ട് പാടില്ല. ഞാൻ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഇയാളുടെ അടുത്തേക്ക് തിരിച്ചു വരണം എന്ന് പറഞ്ഞില്ലായിരുന്നു.
ഞാൻ തീരുമാനം എടുത്തു കഴിഞ്ഞു, എനിക്ക് ഇയാളെ ഇഷ്ടമാണെന്ന് അവള് ടേസൂപ്പിന്റെ അടുത്ത് പറയും. എന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വന്നതിന് താങ്ക്സ് എന്ന് ടേസൂപ്പ് യുവങ്ങിന്റെ അടുത്ത് പറയും. ഇനി എന്നെ വിട്ടു പോകാതിരുന്നാൽ മാത്രം മതി എന്നും പറയും.